കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന ആ ഒരു സംഭവം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ലോക്സഭയിൽ സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിൽ അവതരിപ്പിച്ചപ്പോൾ 2/3 ഭൂരിപക്ഷം തികയാത്തത് കൊണ്ട് അത് അന്ന് പാസ്സാക്കാൻ പറ്റിയില്ല. പ്രതിപക്ഷം അന്ന് വലിയ ആഘോഷത്തിലായിരുന്നു. നരേന്ദ്രമോദിക്ക് അടിപതറി എന്നവർ നാട് മുഴുവൻ പറഞ്ഞു നടന്നു. എന്നാൽ ഒരു കടുവ 2 അടി പുറകോട്ട് വയ്ക്കുന്നത് പേടിച്ചിട്ടല്ല, കൂടുതൽ കരുത്തോടെ 10 പടി മുന്നോട്ട് കുതിച്ചു ചാടാനാണ് എന്നവർക്ക് അന്ന് മനസ്സിലായില്ല. ആ കുതിച്ചുചാട്ടം വരാനിരിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ നമ്മൾ കാണാൻ പോവുകയാണ്. അന്ന് മാറ്റിവെച്ച ആ ചരിത്ര നിയമം, അതായത് ഡീലിമിറ്റേഷൻ ബിൽ അഥവാ മണ്ഡല പുനർനിർണയ ബിൽ, മോദി സർക്കാർ വീണ്ടും സഭയുടെ മേശപ്പുറത്തേക്ക് എത്തിക്കുകയാണ്. എന്താണ് ഈ ഡീലിമിറ്റേഷൻ? ഇന്നത്തെ ജനസംഖ്യയ്ക്ക് അനുസരിച്ച് നമ്മുടെ വോട്ടിംഗ് മണ്ഡലങ്ങളുടെ അതിർത്തികൾ ന്യായമായി മാറ്റി വരയ്ക്കുന്ന ഒരു പരിപാടിയാണത്. ഒരു കാര്യം ചിന്തിച്ചു നോക്കുക. 1971 ജനസംഖ്യ വെച്ചാണ് നമ്മൾ ഇപ്പോഴും വോട്ട് ചെയ്യുന്നത്. ആ പഴയ രീതി ഇനി മാറാൻ പോവുകയാണ്. ഭരണഘടനയുടെ 131 ഭേദഗതി കൂടിയായിട്ടുള്ള ഈ ബിൽ വരുന്നതോടെ നിലവിൽ ലോക്സഭയിലുള്ള 543 സീറ്റുകൾ മാറി അത് ഏകദേശം 850 വരെയായി ഉയരും. ഇതുകൊണ്ട് സാധാരണക്കാർക്ക് എന്താണ് ഗുണം എന്നല്ലേ? ഏറ്റവും വലിയ ഗുണം കിട്ടാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കാണ്. പാർലമെന്റിൽ സ്ത്രീകൾക്ക് 33% സംവരണം കൊടുക്കണമെങ്കിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടിയേ മതിയാകൂ. അതിനാണ് NDA സർക്കാർ ഈ ധീരമായിട്ടുള്ള ചുവടുവെപ്പ് നടത്തുന്നത്. ഏപ്രിലിൽ പ്രധാനമന്ത്രി എന്തിനാണ് അല്പം ക്ഷമ കാണിച്ചത് എന്ന് ഇപ്പോൾ മനസ്സിലായോ? അന്ന് ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായിരുന്ന 362 വോട്ടുകൾ സർക്കാരിന് തികയ്ക്കാനായില്ല. 298 MPമാരുടെ പിന്തുണ മാത്രമാണ് അന്ന് ലഭിച്ചത്. മോദി സർക്കാരിന് അവിടെ ഒരു പടി പിന്നോട്ട് നിൽക്കേണ്ടി വന്നു എന്നത് ശരിയാണ്. എന്നാൽ അതുകൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കാൻ പ്രധാനമന്ത്രി തയ്യാറല്ല. പ്രതിപക്ഷത്തിന്റെ കള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനും കൂടുതൽ വ്യക്തതയോടെയും പൂർണ്ണമായ തയ്യാറെടുപ്പോടും കൂടി വരാനും വേണ്ടിയായിരുന്നു ആ ഒരു കാത്തിരിപ്പ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 82 അനുസരിച്ച് ഒരു സ്വതന്ത്ര ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ഈ പ്രക്രിയ ചെയ്യുന്നത്. ഇതിനെ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ ഇത്ര നല്ല കാര്യങ്ങളാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നത്? തെക്കേ ഇന്ത്യയിലുള്ളവർക്ക് സീറ്റ് കുറയുമെന്നും ഉത്തരേന്ത്യക്കാർക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്നും പറഞ്ഞ് കേരളം, തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ചിലർ വലിയ ഭീതി വ്യാപാരവും നുണപ്രചാരണവും ഒക്കെ നടത്തുന്നുണ്ട്. വടക്കും തെക്കും തമ്മിൽ തല്ലിക്കാൻ നോക്കുന്ന കട്ടിംഗ് സൗത്ത് പ്രൊപ്പഗണ്ട ബ്രിട്ടീഷുകാർ പണ്ട് ചെയ്ത അതേ ഭിന്നിപ്പിച്ച് ഭരിക്കൽ തന്ത്രമാണ് കോൺഗ്രസും DMKയും തൃണമൂലും CPMഉം SPM ഒക്കെ ഇവിടെ കളിക്കുന്നത്. എന്നാൽ ഒരു സംസ്ഥാനത്തിനും ഇതിലൂടെ നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പ്രധാനമന്ത്രി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള ജനസംഖ്യ അനുപാതത്തിൽ ശതമാനക്കണക്കിൽ പുതിയ സീറ്റുകൾ കിട്ടും. ആരുടെയും സീറ്റ് കുറയില്ല. നല്ല ഭരണത്തിന് കിട്ടുന്ന വലിയൊരു അംഗീകാരമായിരിക്കും ഇത്. വടക്കും തെക്കും തമ്മിൽ തല്ലിക്കാൻ നോക്കുന്ന പ്രൊപ്പഗണ്ടക്കാരുടെ വായടപ്പിക്കുന്ന, രാജ്യത്തെ ഒന്നാകെ ചേർത്ത് പിടിക്കുന്ന നരേന്ദ്രമോദിയുടെ വലിയൊരു നീക്കം തന്നെയാണിത്. നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടത് യഥാർത്ഥ വികസനമാണ്. നമ്മുടെ സ്ത്രീകൾക്ക് അർഹിച്ച പ്രാതിനിധ്യമാണ്, അല്ലാതെ ഈ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയമല്ല. വരാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനം ചരിത്രം തിരുത്തി കുറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഴയ കാലത്തെ അന്യായങ്ങൾ അവസാനിപ്പിച്ച് പുതിയൊരു ഇന്ത്യ കൂടുതൽ കരുത്തോടെ, കൂടുതൽ വനിതാ നേതാക്കളോടെ മുന്നോട്ട് കുതിക്കാൻ പോവുകയാണ്. കാത്തിരുന്ന് കാണുക മോദിയുടെ ഈ 10 പടി മുന്നോട്ടുള്ള കുതിപ്പ്. ന്യൂസ് ഡെസ്ക് മലയാളം.